ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡ്രൈനേജ് സിസ്റ്റത്തിന്, അതായത് ഡ്രൈനേജ് സിസ്റ്റം അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ നിന്ന് വരുന്ന ഡ്രൈനേജ് ലെങ്ത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തുറന്ന് നോക്കാനായിട്ട് മാൻഹോൾ സിസ്റ്റം കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ മാൻഹോൾ സിസ്റ്റത്തിൻ്റെ അളവുകൾ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ കാണുന്ന പോലെ തന്നെ മാൻഹോൾ കണ്ട 2 പൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് 2 ബാത്റൂമിൽ നിന്നും അത് അപ്സ്റ്റെയറിലുള്ള ബാത്റൂമിൽ നിന്നും വരുന്നിരിക്കുന്ന പൈപ്പുകളെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് 2 പൈപ്പായിട്ടാണ് 4 ഇഞ്ചിൻ്റെ 2 പൈപ്പായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അത് നമ്മൾ ചേര കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒറ്റ പൈപ്പായിട്ടാണ് ഔട്ട് പോകുന്നത്. അതായത് 4 ഇഞ്ച് പൈപ്പ് നമ്മൾ ചിലപ്പോൾ 2-3 ബാത്റൂമിൽ നിന്ന് കണക്ഷൻസ് വരുന്നുണ്ടാവും. അതെല്ലാം കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി ഒന്നിച്ച് കൊടുത്തിട്ട് അവിടെ നിന്നും ഒറ്റ പൈപ്പായിട്ടാണ് നമ്മുടെ കുഴിയിലേക്ക് പോകുന്നത്, അതായത് സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ പോകുന്ന സമയത്ത് നമുക്കത് മാക്സിമം ഒരു തടസ്സങ്ങളില്ലാത്ത രീതിയിൽ പോകുന്നതിനും എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാനുള്ള ഓപ്ഷനും കൂടി നമുക്ക് ഈ മാൻഹോളിൽ കിട്ടണം. അത് ചെറിയൊരു ഏരിയയാണ്, അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണക്കാക്കണം. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ പൈപ്പുകൾ മാൻഹോൾ കിട്ടുന്ന സമയത്ത് മറ്റ് പൈപ്പുകൾ അതിൻ്റെ ഉള്ളിൽ വരാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് മറ്റ് പൈപ്പുകൾ, വാട്ടറിൻ്റെ പൈപ്പുകൾ, അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളം പോകുന്ന പൈപ്പുകൾ, ഇനി സിങ്കിൻ്റെ ഏരിയ ആണെങ്കിൽ അവിടെ നിന്ന് വരുന്ന പൈപ്പുകൾ, വെള്ളത്തിൻ്റെ ഡ്രൈനേജിൻ്റെ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് വേണം മോട്ടറിലേക്ക് പോകുന്ന പൈപ്പ്, ഇതെല്ലാം തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം മാൻഹോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് പൈപ്പുകൾ മാക്സിമം മാൻഹോളിൻ്റെ ഉള്ളിൽ വരാത്ത രീതിയിൽ. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് മാൻഹോൾ അടിച്ചതിന് ശേഷം വാട്ടർ ലൈനൊക്കെ ചിലപ്പോൾ മാൻഹോളിൻ്റെ ഉള്ളിലൂടെ പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മാൻഹോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും സ്പേസ് എങ്കിലും ഏറ്റവും കുറഞ്ഞ് നമുക്ക് അവിടെ കിട്ടണം. മിനിമം ഒരു 45 സെൻറ്റിമീറ്റർ ആയാലും നമുക്ക് അവിടെ കിട്ടണം. 45 സെൻറ്റിമീറ്റർ ആയാലും കിട്ടി അതിൻ്റെ ഉള്ളളവാണ് നമുക്കൊരു 6 ഇഞ്ചെങ്കിലും ഉള്ളളവ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ മാൻഹോൾ കൊടുക്കേണ്ടത്. അതിൽ നിന്ന് ഔട്ടുകളെല്ലാം കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വൈ ഇട്ടിട്ടാണ് ഇവിടെ നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കുഴിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റത്തിൽ നിന്ന് വന്നിരിക്കുന്ന ബെൻഡ് ഇട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. 4 ഇഞ്ചിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ എൽബോ കാര്യങ്ങൾ ഉപയോഗിക്കാതെ മാക്സിമം ബെൻഡ് കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 45 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തു. അതിൻ്റെ ഉള്ളളവായിട്ട് 45 സെൻറ്റിമീറ്റർ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഉള്ളളവായിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ നീളം കണ്ടോ, 20 സെൻറ്റിമീറ്റർ നീളം വന്നിട്ടുണ്ടാവും, ഒരു 15 സെൻറ്റിമീറ്റർ വീതിയും വന്നിട്ടുണ്ടാവും. അത് 2 പൈപ്പ് വരുന്ന സ്ഥലത്ത് ഏകദേശം 20 സെൻറ്റിമീറ്ററും പിന്നെ ഒറ്റ പൈപ്പ് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇത് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മാൻഹോളിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് ചെയ്തിരിക്കുന്ന അത്ര പെർഫെക്ഷൻ അല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമില്ല, മാൻഹോളിൽ അതിൻ്റെ താഴെ ഒരു തരി ഫീൽ ചെയ്യുന്നുണ്ടോ, അതൊരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാൻഹോൾ എപ്പോഴും ഒരു ഒഴുകി പോകുന്ന സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ ചാന്തിട്ടിട്ട് വലിക്കണം, അത് സിമെൻറ്റിൻ്റെ ചാന്തിട്ടിട്ട് വലിച്ച് വളരെ സ്മൂത്തായിട്ട് വേണം മാൻഹോളിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിക്കിടക്കാനുള്ള ഒരു വഴിയും നമ്മൾ മാൻഹോളിൽ കൊടുക്കരുത്. മാൻഹോളിൽ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല, മാൻഹോളിൻ്റെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻഹോളിൽ ഒരിക്കലും ഒരു തരി ഫീൽ ചെയ്യാതെ ഒരു ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്ന രീതിയിൽ ചാന്തിട്ട് വലിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ടൈലിൻ്റെയൊക്കെ സർഫസ് പോലെ ഫിനിഷിംഗ് ആയിരിക്കും. എന്നാൽ മാത്രമേ മാൻഹോളിൻ്റെ ആ ഗുണം അവിടെ ഫീൽ ചെയ്യുള്ളൂ. ഒരിക്കലും ബ്ലോക്ക് ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലേക്ക് നമ്മുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഏറ്റവും നല്ലതും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മാൻഹോളിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നും പൈപ്പുകൾ എങ്ങനെ മാൻഹോളിൽ നിന്ന് ഒഴിവാക്കി സൈഡിലേക്ക് കൊടുത്ത് ക്ലിയർ ചെയ്യണമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good,